1,00,000 രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തവർക്ക് വെറും ഒരു വർഷം കൊണ്ട് 1,50,000 രൂപ. കേൾക്കുമ്പോൾ സ്കാം പോലെ തോന്നുമെങ്കിലും ഗോൾഡ് തന്നിട്ടുള്ള റിട്ടേൺസ് ആണിത്. ഇൻ എ ഇയർ 45% റിട്ടേൺസ്. എന്തുകൊണ്ടാണ് ഗോൾഡിന്റെ പ്രൈസ് ഇത്രയും മുകളിലേക്ക് പോയത്? ഒബിയസ്ലി കൂടുതൽ പേര് പർച്ചേസ് ചെയ്യാൻ തുടങ്ങിയെന്ന് പറയാം, അല്ലെങ്കിൽ ഡിമാൻഡ് ഇൻക്രീസ് ആയെന്ന് പറയാം. അപ്പോൾ ആരാണ് ഗ്ലോബലി ട്രേഡ് ചെയ്യുന്ന ഗോൾഡിന്റെ ഡിമാൻഡ് ഇത്രയും ഇൻക്രീസ് ചെയ്തത്? പ്രധാനമായിട്ടും റഷ്യയും ചൈനയും ആണെന്ന് നമുക്ക് പറയാം. അതായത് ഇവരുടെ സെൻട്രൽ ബാങ്കുകളാണ് ഇത്രയധികം ഗോൾഡ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യയുടെ ഗോൾഡ് റിസർവ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഹിസ്റ്റോറിക്കലി ഹയസ്റ്റ് പൊസിഷനിലാണ്. ഗ്ലോബൽ അൺസർട്ടനിറ്റി കാരണം സെൻട്രൽ ബാങ്ക്സ് ഗോൾഡ് പർച്ചേസ് ചെയ്തതാണ് ഗോൾഡിന്റെ പ്രൈസ് ഇത്രയധികം മുകളിലേക്ക് പോകാനുള്ള പ്രധാന കാരണം. രണ്ടാമതായി എക്കണോമി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫെഡ് കൊണ്ടുവരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് കട്ടാണ് ഗോൾഡിന്റെ പ്രൈസിനെ ഫേവർ ചെയ്യുന്നത്. അപ്പോൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഷോർട്ട് ടേമിലേക്ക് ഗോൾഡ് പോസിറ്റീവ് ആണെന്ന് പറയാം. കാരണം ഇപ്പോഴുള്ള ഗ്ലോബൽ അൺസർട്ടനിറ്റീസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഫെഡിന്റെ റേറ്റ് കട്ട് വരാനും ഇരിക്കുന്നു. സോ ഇസ് ഇറ്റ് എ ഗുഡ് ടൈം ടു ബൈ ഗോൾഡ്? ഓർക്കുക, ഗോൾഡിന്റെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള പ്രൈസ് മൂവ്മെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചു കാലം അതിഭീകര റിട്ടേൺസ് തരും, കുറെ കാലം തീരെ റിട്ടേൺസ് തരാറില്ല. ഇതാണ് നേച്ചർ. പക്ഷെ ലോങ് ടേം റിട്ടേൺസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗോൾഡ് എന്തുകൊണ്ടും പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. സോ ഇഫ് യു ആർ പ്ലാനിങ് ടു ഇൻവെസ്റ്റ് ഇൻ ഗോൾഡ്, SIP പോലെ സ്റ്റേഗർ ആയിട്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക.